പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷിയാക്കിയതിന് ഒരുപാട് നന്ദികൾ അർപ്പിക്കുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് അശ്വതി. ഞാൻ കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവ് പ്രതീഷ്. ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞാൻ ഒരു അധ്യാപികയായിരുന്നു. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഹയർ സെക്കൻഡറിയിലേക്കുള്ള പരീക്ഷ എഴുതാനായിട്ട് ഞാൻ സെറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞ 10 വർഷമായിട്ട് എഴുതിയായിരുന്നു. എന്താണെന്നറിയില്ല, ചെറിയ ചെറിയ മാർക്കുകളുടെ വ്യത്യാസത്തിൽ എനിക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ ഒരുപാട് തവണ ഞാൻ വീണ്ടും എഴുതി. കാരണം എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാവുക എന്നുള്ളത്. ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പരീക്ഷ എഴുതി. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി ഇങ്ങനെ എപ്പോഴും ഫെയിൽഡായി ഇങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇരുന്നപ്പം എൻ്റെ വീടിനടുത്തുള്ള ഒരു കുട്ടിയാണ് എന്നോട് പറഞ്ഞത്, ചേച്ചി ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ അത് ഉറപ്പായിട്ടും കിട്ടും എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആദ്യം ഒന്നും അത്ര ഇത് വന്നില്ലായിരുന്നു. പക്ഷേ പരീക്ഷ അടുക്കും തോറും 2025 ഓഗസ്റ്റ് 21 തീയതിയായിരുന്നു എനിക്ക് പരീക്ഷ. പക്ഷെ പരീക്ഷ അടുക്കും തോറും എനിക്ക് ഇവിടെ വരണം എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമുക്കൊന്ന് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഓഗസ്റ്റ് 19 തീയതി 2025 ഓഗസ്റ്റ് 19 തീയതി ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരികയും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ നിയോഗം അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇത്തവണ എനിക്ക് എന്തായാലും കിട്ടണം. അടുത്ത വർഷം എനിക്ക് ഏതെങ്കിലും സ്കൂളിൽ എനിക്ക് ഗസ്റ്റായിട്ട് കയറണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് എനിക്ക് അമ്മയെ അത് സാധിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പരീക്ഷ ഒന്ന് എഴുതാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. ഇവിടെ ഞാൻ പോയി 19 തീയതി ഇവിടുന്ന് പോയി. അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിച്ച് 21 തീയതി രാവിലെ ഞാൻ പരീക്ഷയ്ക്ക് പോയി. രാവിലെയും ഉച്ചകഴിഞ്ഞുമായിട്ടായിരുന്നു എനിക്ക് പരീക്ഷ. ഫസ്റ്റ് പേപ്പർ നല്ല പാടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതില്ല. അപ്പം ഞാൻ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, അറിയില്ല, എന്നാലും ഞാൻ മാതാവിനെ മനസ്സിൽ അർപ്പിച്ച് ഞാനങ്ങ് എഴുതി. എനിക്ക് മാതാവിൻ്റെ ഈ രൂപമായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ എന്നിട്ട് ആ മനസ്സിൽ ഓരോ ഉത്തരങ്ങൾ കൺഫ്യൂഷൻ ആകുമ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ രൂപം മനസ്സിൽ വെച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതി. ഉച്ച കഴിഞ്ഞത്തെ എക്സാം നല്ല എളുപ്പമായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അതും എഴുതി. അതിന് ശേഷം 1 മാസത്തിന് ശേഷം റിസൾട്ട് വന്നു. റിസൾട്ട് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഈ എക്സാം കഴിഞ്ഞ അന്ന് തന്നെ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. പക്ഷേ ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ആൻസർ കീ നോക്കും. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു, നീ ഇനി ആൻസർ കീ നോക്കണ്ട, അത് നമുക്ക് റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമ്മൾ മാതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിസൾട്ട് വന്നു. പക്ഷേ റിസൾട്ട് വന്ന ദിവസം ഞാൻ അറിഞ്ഞില്ല. അതായത് പിറ്റേ ദിവസമാണ് നോക്കുന്നത്. പിറ്റേ ദിവസം നോക്കിയപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് കണ്ടു. വാട്സപ്പിൽ കിട്ടിയവരൊക്കെ ഈ ഓരോ അക്കാഡമിക്കാരൊക്കെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ റിസൾട്ട് വന്നെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി. നമുക്ക് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന രൂപം, മാതാവിൻ്റെ ആ രൂപം എൻ്റെ കയ്യിൽ ഞാൻ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ ഓടിപ്പോയി നോക്കി. ഭയങ്കര എനിക്ക് അത് സങ്കടത്തോടെയാണോ സന്തോഷത്തോടെയാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കാരണം 10 വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു എക്സാം ആയിരുന്നു. അതെനിക്ക് മാതാവ് തന്നെ അനുഗ്രഹിച്ച് പാസ് മാർക്കിനേക്കാളും എനിക്ക് 2 മാർക്ക് കൂടുതലാണ് അമ്മ എനിക്ക് തന്നത്. എനിക്ക് ഒരുപാട് നന്ദി ഞാൻ അമ്മയോട് ഈ ഒരു സന്നിധിയിൽ ഞാൻ പറയുവാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡ് സിനിമയിൽ ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളുമായിട്ട് കുറച്ച് പെൻഡിങ്ങായി കിടക്കുമായിരുന്നു. അത് ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഞാനത് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അത് നിയോഗത്തെ സമർപ്പിച്ചു. അതും ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ 15-ാം ദിവസമാണ് ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ അച്ചു എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു, അച്ചു അമ്മയോട് വലിയൊരു താങ്ക്സ് പറഞ്ഞേര്, എനിക്ക് അഡ്വാൻസ് തുക കിട്ടിയെന്ന്. അത് മീറ്റിങ്ങിന് പോയതായിരുന്നു. അഡ്വാൻസ് തുക കിട്ടിയെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. പിന്നെ 3-ാമത്തെ ഒരു കാര്യം, എൻ്റെ അമ്മയ്ക്ക് അസുഖബാധിതയാണ്. പാർക്കിൻസൺ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അമ്മയ്ക്ക് തീർത്ത് വയ്യ. അപ്പം ചെറുതായിട്ട് നടക്കത്തേ ഉള്ളൂ.
അധികം പ്രായമൊന്നും ആയിട്ടില്ല, എങ്കിൽ പോലും അമ്മയ്ക്ക് തീർത്ത് വയ്യ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അമ്മേനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ പ്രഷർ കൂടുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഹൈ പ്രഷറും കയറും. ഹൈ പ്രഷർ കയറി അമ്മയ്ക്ക് പിന്നെ നേരെ നിൽക്കാൻ വയ്യ, ഛർദ്ദിച്ച് അമ്മ നിലത്തേക്ക് അതുപോലത്തെ അവസ്ഥയാവും. പിന്നെ അമ്മയ്ക്ക് ബോധമില്ലാത്ത രീതിയിൽ അമ്മ ഇങ്ങനെ കിടക്കുക. ഒരു പ്രാവശ്യം ഇതുപോലെ നമുക്ക് വണ്ടിയൊന്നും കിട്ടാനില്ല, ഓട്ടോക്കാരെ വിളിച്ചാൽ അവർക്ക് തിരക്ക്, അവർക്ക് അടുത്ത ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് അവർ ധൃതി വയ്ക്കും. പിന്നെ നമ്മൾ അടുത്ത കാറ് അല്ലെങ്കിൽ കാറ് റെൻറ്റിനെടുത്ത് വേണം പോകാനായിട്ട്. അങ്ങനെ വന്നപ്പം ഞങ്ങളെപ്പോഴും റെൻറ്റിനെടുത്താണ് പോകുന്നത്. അപ്പം റെൻറ്റിനെടുക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് റെൻറ്റ് കൊടുക്കണം, പിന്നെ രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് റെൻറ്റിൻ്റെ അളവ് കൂടും, ആശുപത്രിയിലെ ചിലവുകളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ചിലപ്പം നമുക്ക് താങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്നപ്പം ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം ഞാനിവിടെ വന്നപ്പോഴും ഞങ്ങൾ ബൈക്കിനാണ് വന്നത്. ബൈക്കിന് വന്നപ്പോൾ എനിക്ക് ഇച്ചിരി ഹെൽത്തി പ്രോബ്ലം ഉണ്ടായിരുന്നു. വെയിൽ കൊണ്ട് വന്നപ്പോൾ എനിക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായി, വയറുവേദനയൊക്കെ ആയി, എനിക്ക് നല്ല പ്രശ്നമുണ്ടായി. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു. എനിക്ക് അതിനൊപ്പം തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് കഴിഞ്ഞ മാസമാണ് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചത്. അപ്പോൾ അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകാനായിട്ട് അവർക്ക് വണ്ടികളോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, അവൾ ഇച്ചിരി ദൂരെയാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത്. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അവളെ സമീപിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ബുദ്ധിമുട്ടി നിന്ന സമയം, അത് നമുക്ക് വണ്ടിയൊന്നും കിട്ടാൻ സൗകര്യങ്ങളില്ല. അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു. ഉള്ളവരാണെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാനായിട്ടുള്ള മനസ്സുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ വണ്ടി എടുക്കാനുള്ള സാഹചര്യമൊന്നും അല്ല, എങ്കിൽ പോലും നമുക്കൊരു വണ്ടിക്ക് നോക്കിയാലോ എന്ന് ഓർത്തു. ഇവിടെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. കഴിഞ്ഞ ഉടമ്പടി എടുക്കാൻ അന്ന് വന്നപ്പോഴാണ് എനിക്ക് പ്രശ്നമുണ്ടായി. ഞാൻ തിരിച്ചു പോകുമ്പം എനിക്ക് നല്ല വയറുവേദനയും ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിട്ട്, വെയിൽ കൊണ്ടതിൻ്റെ പ്രശ്നങ്ങളും എല്ലാമായിട്ട് ഞാൻ ഇവിടുന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പോയത്. അപ്പം ഞാൻ അമ്മയോട് ഇവിടെ നിന്ന് പറഞ്ഞു, അടുത്ത ഉടമ്പടി പുതുക്കാൻ വരുമ്പം എനിക്ക് ഒരു കാറിൽ വരാനുള്ളൊരു ഭാഗ്യം എനിക്ക് തരണേന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഒരു കാറിന് അപേക്ഷിച്ചപ്പോൾ ആദ്യം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, ഞങ്ങൾ റെൻറ്റിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടില്ലാത്തത് കൊണ്ട് കരമടച്ച രസീതോ അങ്ങനെയൊന്നും കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഫിനാൻസുകാർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ രസീത് വരണം, അല്ലെങ്കിൽ കറണ്ട് ബില്ലടച്ചതിൻ്റെ രസീത് അങ്ങനെയൊക്കെ തരണം നമുക്ക്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ എന്തോ ഞാൻ അമ്മേനെ മുറുകെ പിടിച്ച് എൻ്റെ അമ്മയുടെ ഒരു കസിനോട് ഞാൻ ചോദിച്ചു, കരമടച്ച രസീത് തരാമോയെന്ന് ചോദിച്ചു. അവരങ്ങനെ എനിക്ക് തന്നു. അത് തന്ന് ഞാൻ അവിടെ കൊടുത്തു. എനിക്കറിയില്ല, അതിനകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. കാരണം ഞാൻ അതിന് മുമ്പെടുത്ത വണ്ടിയുടെ പേയ്മെൻറ്റുകളെല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് അടച്ചതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാമത് ലോൺ തരാനായിട്ട് ഫിനാൻസുകാർ തയ്യാറായി. അങ്ങനെ ₹1 പോലും ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാതെ പ്രോസസ്സിംഗ് ഫീ എല്ലാം നമുക്ക് ആ ലോണിൽ തന്നെ കയറി എനിക്കൊരു മാതാവ് ഒരു വണ്ടി തന്നെ അനുഗ്രഹിച്ച് ഇന്ന് ഞാൻ ആ വണ്ടിയിലാണ് ഇങ്ങോട്ട് വന്നത്. ഉടമ്പടി എടുക്കാനായിട്ട് താക്കോല് ഞാനിവിടെ സമർപ്പിച്ചിട്ടുണ്ട് അമ്മയുടെ മുന്നിൽ. എൻ്റെ വണ്ടിയുടെ കളറെന്ന് പറഞ്ഞാൽ അമ്മയുടെ മെഴുകുതിരിയുടെ കളറ്. ഞാനത് ഓടിച്ചു പോലും നോക്കാനായിട്ട് ഞങ്ങളവിടെ പോയില്ല. അത് ഞങ്ങൾക്ക് ഒരു വണ്ടി ഞങ്ങൾ ആപ്ലിക്കേഷനിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഓടിച്ചു പോലും നോക്കാതാണ് ഞങ്ങൾ അവിടെ പോയത്. അവിടെ ചെന്ന് ഞങ്ങൾക്ക് വണ്ടി ഞങ്ങൾ പേയ്മെൻ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് വണ്ടി റെഡിയായി ഞങ്ങൾ വണ്ടിയും കൊണ്ട് വന്നു. ഇന്ന് ഞാൻ ആ വണ്ടിയും കൊണ്ടാണ് വന്നത്. ഇവിടെ എനിക്ക് വെഞ്ചരിക്കുമോ എന്നറിയില്ല, അതുകൊണ്ട് ഞാൻ വെഞ്ചരിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് വന്നത്. അപ്പം ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് എൻ്റെ വണ്ടിയുടെ താക്കോൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു, പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. പിന്നെ ഞാൻ രാവിലെ പോകുമ്പോഴും ഈ പരീക്ഷയ്ക്ക് പോയ സമയത്താണെങ്കിലും ഈ ഉടമ്പടി തൈലം ഞാൻ എടുത്ത് നമ്മുടെ നിറുകയിലൊന്ന് ചാർത്തിയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഉപ്പ്, ഇവിടുന്ന് കൊണ്ടുവന്ന ഉപ്പ്, എനിക്ക് എന്തെങ്കിലും ഒരു ക്ഷീണമോ വയ്യാഴികയോ തോന്നുകയാണെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെ, ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. ഞാൻ ചെയ്ത രീതിയാണ് പറഞ്ഞത്. ഞാൻ ചോറിൻ്റെ കൂടെ ഈ ഉപ്പായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമായിരുന്നു. പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്, ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു പോയ അന്ന് മുതൽ, ഞാനൊരു ഹിന്ദുവാണ്, അതിന് ഞാൻ ഉടമ്പടി എടുത്തു പോയ അന്ന് മുതൽ എൻ്റെ ഒരു കുഞ്ഞു പുസ്തകം ഉണ്ടായിരുന്നു, ഒരു ജപമാല, ഒരു പുസ്തകം, മാതാവിൻ്റെ പുസ്തകം ഉണ്ടായിരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും മാതാവിൻ്റെ ജപമാല ഞാൻ അറിയാവുന്നവരോടെല്ലാം ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലുകയും എല്ലാം ചെയ്ത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1 കോടി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. 1 കോടി നന്ദി പറഞ്ഞ് നിർത്തും. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത്
ഈ അമ്മയോടാണ്, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ. ഇത്രയും വർഷം നടക്കാത്ത കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഉടമ്പടി എടുത്ത ഉടനടി പരിഹാരമായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു ചെല്ലുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വാഹനം എടുക്കുന്നത് ഒരു സ്വപ്നമായിരുന്നു. കാരണം അതിനുള്ള സിവിൽ സ്കോർ ഇല്ല. പക്ഷെങ്കിൽ ഇവിടെയും ഈ മകൾ ആഗ്രഹത്തോടെ സന്തോഷത്തോടെയാണ് അമ്മയോട് ചോദിച്ചത്, അമ്മയുടെ ആലയത്തിൽ വരുവാനായിട്ടും സ്വന്തം അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ശുശ്രൂഷിക്കാനും ഒക്കെ ആയിട്ട് ഒരു വാഹനം തരാമോ എന്ന് ചോദിച്ചപ്പോഴേ അവിടെയും ഒരു മെറിറ്റുമില്ലാത്തിടത്താണ് ഈശോയും അമ്മയും ഇടപെട്ട് ഈ മകനും ഒരു വാഹനം നൽകി അനുഗ്രഹിക്കുന്നത്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം തരുന്ന ഒരു ദൈവമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും, സൈന്യങ്ങളുടെ കർത്താവാണ് അരുൾ ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ നമ്മളൊരു മറ്റ് ജനതകളിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് അനുഗ്രഹീതരെന്ന് മറ്റ് ജനതകൾ നമ്മെ വിളിക്കുന്നത്. കാരണം നമ്മൾ ഉടമ്പടിയിലാണ്. നമ്മുടെ ദേശം ആനന്ദത്തിൽ, നമ്മുടെ ഭവനം, നമ്മുടെ ജീവിതം ആനന്ദത്തിൻ്റെ ഒരു ദേശമാകുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും ശാന്തിയും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കും. സങ്കടങ്ങളുണ്ടെങ്കിലും തളരാതെ നമ്മെ താങ്ങി നിർത്തുന്ന പരിശുദ്ധ അമ്മയുടെ, കൃപാസനം അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജെറമ്യ പ്രവാചനം 31:25 പറയുന്നത് പോലെ, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കുമെന്നാണ്. ഉടമ്പടി മക്കൾ ഓരോരുത്തരും കണ്ണീരോടെ ഈ ആലയത്തിൽ വന്ന് അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് കൃപാസനം അമ്മ നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെയും ഓരോ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമെല്ലാം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മരിയൻ ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പുതുക്കലാണ്, ഒരു റിന്യൂവലാണ്. നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്ന ദൈവം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ജീവിതത്തിൽ നാം നേരിടുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ താങ്ങി നിർത്തുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അശ്വതി പ്രദക്ഷിണ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.